അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ മറ്റൊരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് അറഫയിലാണ്. അറഫയിലെ ജബൽ റഹ്മ പർവ്വതത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ജബൽ റഹ്മ പർവ്വതത്തിൻ്റെ കുറച്ച് വിഷ്വൽസും അതൊക്കെയായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ ജബൽ റഹ്മ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോവാം. ഉംറ സീസൺ എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങിയാലാണ് ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നവരിങ്ങനെ കല്ലെല്ലൊക്കെ എഴുതി വെച്ചേക്കണെയാണ്. അതിനകത്ത് മലയാളികളൊക്കെ ഉണ്ട്. പൂക്കോട്ടൂർ, ഷാജി വന്നിട്ടിങ്ങനെ അതിനകത്തൊക്കെ എഴുതി വയ്ക്കും. ഇവർ ഇത് മാച്ചും കളയും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അതിൻ്റെ മുകളിൽ വീണ്ടും എഴുതും. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചുറ്റുവട്ടത്തൊക്കെയാണ് മൊത്തം അറഫ 6-7 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ ആ ദിവസം അറഫ സംഗമത്തിനായിട്ട് ആളുകൾ ഇരിക്കുന്നത്. കൂടാതെ ഈ മലയുടെ അടുത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായിട്ടുള്ള ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ പ്രസംഗം എല്ലാം നടത്തിയത്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ധാരാളം. അപ്പോൾ ഇതൊക്കെയാണ് ജബൽ റഹ്മയും അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ വരുവാനും ഇത് കാണുവാനും ഒക്കെ തൗഫീഖ് പടച്ചോൻ നൽകട്ടെ. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം, മക്കയിലെ കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.
ഓക്കെ, അസ്സലാമു അലൈക്കും.